ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രിങ്കിലേക്ക് വേണ്ട ചിയാ സീഡ് ഒന്ന് സോക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ചിയാ സീഡിന് പകരം നിങ്ങൾക്ക് കസ്കസും എടുക്കാം കേട്ടോ. കസ്കസ് ആയാലും ചിയാ സീഡ് ആയാലും ഒക്കെ നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പ് വരുന്നതാണ്. പിന്നെ ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി വേണം. കുറച്ച് കറുത്ത മുന്തിരി ആട്ടോ നമുക്ക് ഈ ഒരു ജ്യൂസിലേക്ക് വേണ്ടത്. അപ്പോൾ കറുത്ത മുന്തിരി ഞാൻ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്തിരി നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുന്തിരി നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. മുന്തിരി പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ നമ്മൾ മുന്തിരി ഇങ്ങനെ വേവിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ജ്യൂസിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മുന്തിരി കുക്കായിട്ട് വരുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി വരും. അതുപോലെ മുന്തിരിൻ്റെ തൊലി ഒന്ന് പൊട്ടി വരും കേട്ടോ. അത്ര സമയം മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മുന്തിരി നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായി തണുത്ത ശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പ് തേങ്ങയാണ് കേട്ടോ. ഈ ഒരു ജ്യൂസിൽ നമ്മൾ പാല് ചേർക്കുന്നില്ല, തേങ്ങാപ്പാലിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ എടുത്തിട്ടുള്ള അതേ സെയിം കപ്പിന് തന്നെ കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അടിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പയിലൂടെ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു തേങ്ങനെ ഒന്നും കൂടെ നമ്മളൊന്ന് അടിച്ചെടുക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങാപ്പീനെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ അടിച്ചെടുത്തിട്ടുള്ള തേങ്ങയും കൂടെ നമുക്ക് ഈ ഒരു പാലിലേക്ക് തന്നെ നന്നായിട്ടൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു 5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് തേങ്ങയിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണിത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഇനി നമുക്കൊന്ന് മാറ്റിയേക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാം എടുക്കാം, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ പൊടിച്ചെടുത്തുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള മുന്തിരിയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മുന്തിരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മുന്തിരി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്നൊരു ബൗളിലേക്ക് അരിച്ചെടുക്കാം. ഈ മുന്തിരി ജ്യൂസിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ജ്യൂസിൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും മുന്തിരിൻ്റെ ടേസ്റ്റും അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു വെൽക്കം ഡ്രിങ്കും കൂടെയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വെൽക്കം ഡ്രിങ്കും കൂടെയാണ് കേട്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചിയാ സീഡും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മധുരം നോക്കിയപ്പോൾ മധുരം കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഇതുപോലത്തെ 2 ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പ് വീതം കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 1/2 കപ്പ് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നിങ്ങളെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഡ്രിങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും മുന്തിരിൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കാരണം ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമ്മൾ വയറ് ഫുള്ളാവും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്